നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ ഏറ്റവും ഞെട്ടിച്ച വാർത്തകളിൽ ഒന്നാണ് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും വിവാഹമോചനം. മാതൃകാ ദമ്പതികളെന്ന് അറിയപ്പെട്ടിരുന്ന താരങ്ങൾ 2014 വേർപിരിഞ്ഞത്. വിവാഹമോചന ശേഷം സിനിമയിലേക്ക് പൂർവാധികം ശക്തിയോടെ മഞ്ജു വാര്യർ മടങ്ങിയെത്തി. 10 വർഷങ്ങൾക്ക് മുൻപ് മാതാപിതാക്കൾ നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയപ്പോൾ അച്ഛനായ ദിലീപിനൊപ്പം നിൽക്കാനാണ് മീനാക്ഷി തീരുമാനിച്ചത്. പിന്നീട് ഇന്ന് വരെ ദിലീപിനൊപ്പം മാത്രമേ മീനാക്ഷിയെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അന്ന് മീനാക്ഷിയുടെ ഈ തീരുമാനത്തിൽ മഞ്ജു വാര്യർക്ക് പഴി കേൾക്കേണ്ടി വന്നിരുന്നു. എന്തുകൊണ്ട് മകൾ ദിലീപിനൊപ്പം പോയി എന്ന ചോദ്യങ്ങൾക്ക് മഞ്ജു തന്നെ മറുപടി നൽകിയിരുന്നു. മീനാക്ഷിക്ക് അവളുടെ അച്ഛനെ എത്രത്തോളം സ്നേഹമാണെന്ന് തനിക്ക് അറിയാമെന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. പിന്നീട് ഇതിന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ മകളുടെ തീരുമാനത്തെ അനുകൂലിച്ച് ഒരു തുറന്ന കത്തുമായി മഞ്ജു വാര്യർ എത്തിയിരുന്നു. എന്നാൽ മീനാക്ഷിയെ ദിലീപിനെ ഏൽപ്പിച്ച് മഞ്ജു ഇറങ്ങിയ അന്നു മുതൽ ഈ നിമിഷം വരെയും മകളെക്കുറിച്ച് നടി എവിടെയും സംസാരിച്ചിട്ടില്ല. മകൾ മീനാക്ഷിയും അതുപോലെ തന്നെ എന്തുകൊണ്ട് മകൾ മഞ്ജുവിനൊപ്പം പോയില്ല എന്നത് ഇന്നും ആരാധകർക്കിടയിൽ നിലനിൽക്കുന്ന ചോദ്യമാണ്. ഇപ്പോഴിതാ മഞ്ജുവിനെയും മീനാക്ഷിയെയും കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. മഞ്ജു വാര്യർ തന്റെ മകൾ മീനാക്ഷിയെക്കുറിച്ച് പൊതുവെ വളരെ കുറച്ചു മാത്രമേ സംസാരിക്കാറുള്ളൂ. അവർ 2015 വിവാഹമോചന സമയത്ത് ഒരു ഓപ്പൺ ലെറ്ററിൽ പറഞ്ഞത് പ്രധാനമാണ്. അതായത് മീനാക്ഷി അച്ഛനെ വളരെ ഇഷ്ടപ്പെടുന്നുവെന്നും അവളെ അച്ഛനൊപ്പം സുരക്ഷിതമായി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചതായും മഞ്ജു പറഞ്ഞിരുന്നു. കസ്റ്റഡി യുദ്ധത്തിൽ കുട്ടിയെ വലിച്ചിഴയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അവൾ എപ്പോഴും ഒരു കോളിന് അകലെയാണെന്നും മഞ്ജു വ്യക്തമാക്കിയിരുന്നു. ഇതിനുശേഷം മഞ്ജു വാര്യർ മീനാക്ഷിയെക്കുറിച്ച് അഭിമുഖങ്ങളിലോ പൊതുവേദികളിലോ സ്വകാര്യ വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യാറില്ല. അവർ രണ്ടുപേരും പൊതുവെ ഒന്നിച്ചു കാണപ്പെടാറില്ല. ഈ അടുത്ത കാലത്ത് 2024-2025 കാലഘട്ടത്തിൽ മീനാക്ഷി MBBS പൂർത്തിയാക്കി ഡോക്ടർ ആയപ്പോൾ ദിലീപ് ആ സന്തോഷം പങ്കുവച്ചത് വലിയ വാർത്തയായി. ഇൻസ്റ്റഗ്രാമിൽ ഒരു ഘട്ടത്തിൽ മഞ്ജുവും മീനാക്ഷിയും പരസ്പരം ഫോളോ ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ചില റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തുവെന്നും മാറ്റങ്ങൾ ഉണ്ടായി എന്നും പറയപ്പെടുന്നു. മഞ്ജു മീനാക്ഷിയുടെ പോസ്റ്റുകൾക്ക് ലൈക്ക് ചെയ്യാത്തത് ചില സമയങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതിനെ ചുറ്റിപ്പറ്റി ചില ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ടായിരുന്നു. ചുരുക്കത്തിൽ മഞ്ജു വാര്യർക്ക് മകളോടുള്ള സ്നേഹം വളരെ ആഴമുള്ളതാണെന്ന് പറയാം. പക്ഷേ അത് പൊതുവെ പ്രൈവറ്റായി നിലനിർത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. മീനാക്ഷി ഇപ്പോൾ അച്ഛനൊപ്പമാണ്. അമ്മ മകൾ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി മഞ്ജു തുറന്നു പറയാൻ നിൽക്കാറില്ല എന്നുമായിരുന്നു കുറിപ്പ്. നടി ആക്രമിച്ച കേസിൽ വിധി വന്ന ശേഷമുണ്ടായ കോലാഹലങ്ങൾക്കു ശേഷമാണ് മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് മഞ്ജു ലൈക്ക് ചെയ്യാതെ ആയത്. കുറിപ്പ് വൈറലായതോടെ മകളെ വിവാദങ്ങളിലേക്ക് വലിച്ചിടാത്ത മഞ്ജുവിനെ പ്രശംസിച്ചാണ് പ്രതികരണങ്ങൾ ഏറെയും. മകളുമായി എന്തു തരത്തിലാണ് ബന്ധം ഇപ്പോഴെന്ന് പബ്ലിക്കിനെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ ബന്ധങ്ങളും പബ്ലിക് സ്പേസിൽ എക്സ്പോസ് ചെയ്യണമെന്ന് മലയാളിക്ക് നിർബന്ധമാണ്. യഥാർത്ഥ അമ്മയ്ക്ക് കുട്ടിയുടെ കംഫർട്ടാണ് പ്രധാനം, അല്ലാതെ സ്വന്തം വാശിയോ സ്വാർത്ഥതയോ ഒന്നും ആയിരിക്കില്ല. അഭിമാനിക്കുന്ന ബുദ്ധിയുള്ള അമ്മയാണ് മഞ്ജു. സംസാരത്തിനേക്കാൾ വളരെ വിലപ്പെട്ടതാണ് അവരുടെ മൗനം. അതിന് ഒരുപാട് ആഴത്തിലുള്ള വ്യാപ്തിയുണ്ട്. കുട്ടിയുടെ ഇഷ്ടത്തിനാണ് അവർ പ്രാധാന്യം നൽകിയത്, അല്ലാതെ അവരുടെ വാശിക്കല്ല. അത് മറ്റുള്ളവരുടെ മുൻപിൽ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. ഡിവോഴ്സ് കഴിഞ്ഞ് കോടതിയിൽ നിന്നും ഇറങ്ങി കാറിലോട്ട് കയറുന്ന ഒരു വീഡിയോയുണ്ട്. അത് കണ്ടാൽ അറിയാം, അല്ലാതെ മറ്റുള്ളവരുടെ മുൻപിൽ എല്ലാ പെണ്ണുങ്ങളെയും പോലെ ഭർത്താവിനെയും കുട്ടിയെയും രണ്ടാം ഭാര്യയെയും പഴി പറഞ്ഞ് നടക്കുന്നവർക്ക് അവരെ മനസ്സിലാകില്ല എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. ഇപ്പോൾ മഞ്ജു സ്വന്തം സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പിന്നാലെയാണ്. കഴിഞ്ഞ ദിവസം അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന BMW R1250 GS ബൈക്കിൽ മഴയത്ത് യാത്ര ചെയ്യുന്ന നടിയുടെ വീഡിയോ വൈറലായിരുന്നു. ധനുഷ്കോടിയിലൂടെയായിരുന്നു മഞ്ജുവിന്റെ ഈ കിടിലൻ യാത്ര. ഇതിലിരുന്നും നിന്നുമൊക്കെ ആസ്വദിച്ച് ബൈക്ക് ഓടിക്കുന്നത് വീഡിയോയിൽ കാണാമായിരുന്നു. കഴിഞ്ഞുപോയതിനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനും വരാനിരിക്കുന്നതിനുമെല്ലാം നന്ദി എന്ന കുറിപ്പോടെയാണ് നടി ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ചത്. അതേസമയം ദിലീപുമായി വേർപിരിഞ്ഞുവെങ്കിലും മകളുടെ കാര്യത്തിൽ തങ്ങൾ സംസാരിക്കാറുണ്ടെന്ന തരത്തിലൊരു പ്രതികരണം മുൻപ് മഞ്ജു വാര്യർ നടത്തിയിരുന്നു. മീനാക്ഷിയുടെ കാര്യം സംസാരിക്കാനാണ് താൻ ദിലീപിനെ വിളിച്ചിട്ടുള്ളത് എന്നാണ് മഞ്ജു പറഞ്ഞത്. മുൻപ് മഞ്ജുവിന്റെ പിതാവ് മരിച്ചപ്പോൾ ദിലീപും മീനാക്ഷിയും ഒരുമിച്ച് മഞ്ജുവിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. മഞ്ജുവിനെ കുറിച്ച് മീനാക്ഷിയോ മീനാക്ഷിയെക്കുറിച്ച് മഞ്ജുവോ പൊതു ഇടത്തിലൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ദിലീപും മഞ്ജു മീനാക്ഷി ബന്ധത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ല. മീനാക്ഷി ഇപ്പോൾ ഡോക്ടറായി ജോലി ചെയ്യുകയാണ്. ആസ്റ്ററിലാണ് മകൾ ജോലി ചെയ്യുന്നത് എന്ന് നടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദിലീപുമായി വേർപിരിഞ്ഞതിന് ശേഷം മഞ്ജു വാര്യർ തൃശ്ശൂരിലെ തന്റെ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു. എന്നാൽ മകൾ മീനാക്ഷി
അച്ഛനായ ദിലീപിനൊപ്പം നടന്റെ കുടുംബ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇത് പല ഗോസിപ്പുകൾക്കും കാരണമായി. മഞ്ജു വാര്യർ സിനിമയിൽ ശ്രദ്ധ ചെലുത്താനായി മകളെ അച്ഛനൊപ്പം വിട്ടുവെന്ന് ദിലീപ് ആരാധകർ ആരോപിക്കുകയും നടിയെ ട്രോളുകയും ചെയ്തു. എന്നാൽ മഞ്ജുവിന്റെ ആരാധകർ അമ്മയെ തള്ളിക്കളഞ്ഞതിന് മീനാക്ഷിയെയും മകളെ തട്ടിയെടുത്തതിന് ദിലീപിനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചു. എന്നാൽ അധികം വൈകാതെ എല്ലാ കിംവദന്തികൾക്കും മറുപടി പറയുന്ന ഒരു തുറന്ന കത്തുമായി മഞ്ജു വാര്യർ എത്തിയതും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടി. തന്റെ മകളെ കസ്റ്റഡി യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഉദ്ദേശമില്ല എന്ന് തുറന്നു പറഞ്ഞ നടി മീനാക്ഷി ഏൽപ്പിച്ചത് ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലേക്കാണെന്നും കൂട്ടിച്ചേർത്തിരുന്നു. മീനൂട്ടിക്ക് അവളുടെ അച്ഛനോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മറ്റാരേക്കാളും നന്നായി അറിയാം. ദിലീപേട്ടനോടൊപ്പം അവൾ സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവളുടെ കസ്റ്റഡി സ്വന്തമാക്കാൻ വേണ്ടി അവളെ കോടതിയിലേക്ക് വലിച്ചിഴയ്ക്കാനൊന്നും നിയമപരമായ തർക്കങ്ങൾക്കിടയിൽ അവളുടെ ജീവിതം താറുമാറാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവളോടൊപ്പം എന്നും ഒരു വിളിപ്പാടകലെ ഞാനുണ്ടാകും എന്നാണ് മഞ്ജു തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇന്ന് തന്റെ MBBS വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ താരപുത്രി തന്റെ മെഡിക്കൽ കരിയർ തുടങ്ങുമ്പോഴും കൂടെയുള്ളത് അച്ഛനും രണ്ടാനമ്മ കാവ്യമാധവനുമാണ്. മീനാക്ഷി ഡോക്ടർ ആയതിന്റെ സന്തോഷം ദിലീപ് പങ്കുവച്ച സമയത്ത് മകൾ മഞ്ജു വാര്യരെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയ ആഘോഷിച്ചിരുന്നു. എന്നാൽ അധികം വൈകാതെ മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്തു. പക്ഷെ അമ്മയാകട്ടെ ഇന്നും പരിഭവമൊന്നുമില്ലാതെ മകളെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നീട് മഞ്ജു വാര്യരുടെ അച്ഛൻ മാധവ് വാര്യർ അന്തരിച്ചപ്പോൾ അമ്മയുടെ തൃശ്ശൂരിലുള്ള വീട്ടിലേക്ക് മീനാക്ഷി എത്തിയിരുന്നു. എന്തായാലും മഞ്ജുവിന്റെ വാക്കുകൾ സത്യമായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് ദിലീപിനൊപ്പം എന്നും ഉറച്ചു നിൽക്കുകയായിരുന്നു മീനാക്ഷി. ഒരുപാട് വർഷത്തെ ഗോസിപ്പുകൾ സത്യമാക്കിക്കൊണ്ട് ദിലീപ് നടി കാവ്യമാധവനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൂട്ടിയപ്പോഴും മകളുടെ പിന്തുണ ആ തീരുമാനത്തിന് ഉണ്ടായിരുന്നു. അതിനു മുൻപ് വനിതാ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെ മറ്റൊരു വിവാഹം കഴിക്കാൻ ഏറ്റവും നിർബന്ധിച്ചത് മകളാണെന്ന് നടൻ വെളിപ്പെടുത്തിയിരുന്നു. പിന്നീട് നടിയെ ആക്രമിച്ച കേസിൽ നടൻ അറസ്റ്റിലായപ്പോഴും മകൾ മീനാക്ഷി അച്ഛനൊപ്പം തന്നെയായിരുന്നു. ഒരു അഭിമുഖത്തിൽ തനിക്കും കാവ്യയ്ക്കും ജനിച്ച മകൾക്ക് മഹാലക്ഷ്മി എന്ന് പേരിട്ടത് മീനാക്ഷിയാണെന്ന് ദിലീപ് വെളിപ്പെടുത്തിയിരുന്നു. കാവ്യയോടും മഹാലക്ഷ്മിയോടും അടുത്ത ബന്ധമാണ് മഞ്ജു വാര്യരുടെയും ദിലീപിന്റെയും മകൾക്കുള്ളത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.